ചികപ്പുങ്കാവുകൾക്കും അപ്പുറം പടന്നെത്ര വീഡിയോ ഇങ്ങു മാഞ്ഞു പോയി അങ്കിൾ കൈതാ ഇച്ചകപ്പുങ്കാവുകൾക്കും അപ്പുറം പടന്നെത്ര വേഗം ഇന്നു മാഞ്ഞു പോയി. അടുത്തത് ഞങ്ങൾ അറിയാത്ത ഞാൻ ഈ വണ്ടിയിലുള്ള ആളല്ലോ. കാണിച്ചിട്ടില്ലേ ബേബി? ഹായ് പറയ്. അങ്കിളിനെ ഞങ്ങളവിടെ വെച്ച് ഇങ്ങനെ കിടന്നൊക്കെ ഞാൻ ചാടി കളിച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് കബൂത്തർ ജാ ജാ കബൂത്തർ കബൂത്തർ കുഞ്ഞു കിളി കബൂത്തറും. ഹായ്, സുഖാണോ? എങ്ങനെയുണ്ട് ബോംബെ ലൈഫൊക്കെ? അടിപൊളി. അതാണ് ഏറ്റവും വിറ്റ്. കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകാൻ ഷൂ പോളിഷിംഗ് തന്നെ. ഷൂ പോളിഷ് ചെയ്ത് ഇവിടെ ജീവിക്കാം. क्या बेटा तुम हिंदी में बात करो भाई. कैसे है आपको बॉम्बे से एक्सपीरियंस? कैसे है? गुड है. अच्छा है. हो അപ്പോൾ മുംബൈയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ എക്സ്പീരിയൻസും ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും ഞങ്ങളുടെ ഹാപ്പിനെസ്സും കാഴ്ചകളൊക്കെ ചെറുതായിട്ട് ഞങ്ങൾ കാട്ടിയിട്ടുണ്ട്. ഒരുപാട് നേരത്തെയുള്ള മുംബൈ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ് വിത്ത് മുംബൈ. അപ്പോൾ നമ്മൾ ഇന്ന് മുംബൈയിലെ ലാസ്റ്റ് മോർണിംഗ് ആണ്. ഞങ്ങൾ നേരത്തെ ഇവിടെ വന്നിട്ട് എണീറ്റു. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ ഫ്രഷായി കുളിച്ച് പല്ലൊക്കെ തയ്ച്ച് റെഡിയായി. അതെ, നമ്മള് ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിച്ച് വന്നിട്ട് 9 അപ്പൊ ഇവിടെ നിന്ന് ക്യാബ് വിളിച്ച് ഛത്രപതി ശിവാജി ടെർമിനലിൽ പോയിട്ട് അവിടെ നിന്ന് പിന്നെ പൻവേലിലേക്ക് പോണം. 12:40 ട്രെയിൻ. നമ്മൾ ഇവിടെ നിന്ന് പോയി അവിടെ ഇരുന്നാലും കുഴപ്പമില്ലാന്ന് വെച്ചിട്ടാ. ഇതിന്റെ റെന്റ് എമൗണ്ട് അല്ല, വെക്കേറ്റ് ചെയ്യുമ്പോ എപ്പോഴും 9 മണി വരെയാണ് സമയം. അപ്പൊ എന്തായാലും വെക്കേറ്റ് ചെയ്ത് നമ്മളെന്തായാലും അവിടെ എത്തുമ്പോ 1 hour ഒക്കെ വേണം പൻവേലിലേക്ക് എത്താൻ. അതിന് മുന്നേ ഇവിടെ നിന്ന് പിന്നെ ക്യാബ് വിളിച്ച് അവിടേക്ക് പോയിട്ടൊക്കെ വേണം. അപ്പൊ എങ്ങനെ പോലും 10-11 ആകുമ്പോഴേക്കൊക്കെ നമ്മൾ എത്തുള്ളൂ. പിന്നെ 1 hour എന്തായാലും അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സെറ്റാകും. അപ്പൊ മുംബൈയില് ഞങ്ങൾക്ക് ഞങ്ങളുടെ എക്സ്പീരിയൻസും ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും ഞങ്ങളുടെ ഹാപ്പിനെസ്സും കാഴ്ചകളൊക്കെ ചെറുതായിട്ട് ഞങ്ങൾ കാട്ടിയിട്ടുണ്ട്. വലുതായിട്ട് യാത്ര ചെയ്യാൻ നമ്മൾ കാറുണ്ടെങ്കിൽ എല്ലായിടത്തും പോകും. പിന്നെ ടാക്സി പിടിച്ച് എല്ലാ സ്ഥലങ്ങളിലേക്കും കാണാൻ പോകണം. അണ്ണൻ കൂടെ 2 ദിവസം ഉണ്ടായിരുന്നു. ആള് ഇന്നലെയും മറ്റേ ഗേറ്റ് ഓഫ് ഇന്ത്യ അവിടേക്ക് കൊണ്ടുപോകാം ആള് വരാം. അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് കിരൺ ചേട്ടൻ പറഞ്ഞ വഴിക്ക് പറഞ്ഞു. ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു ആ സമയത്ത് പോയി വരുമ്പോഴേക്കും ഭയങ്കര തിരക്ക്, പിന്നെ ടയർഡായിട്ട് കിടന്ന രാവിലെ കറക്റ്റ് ടൈമിന് എണീറ്റിൽ 4-5 ദിവസം കൂടി ഉണ്ടെങ്കിൽ ഓക്കെ, നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയി. ഇനി 2 ദിവസം കൂടി ഉണ്ടെങ്കിൽ വെറുതെ ജസ്റ്റ് കാലത്തൊക്കെ 3 days നമ്മളിവിടെ ഉണ്ടായിരുന്നു. അതില് 2 days നമ്മൾ നല്ല ബിസി ആയിരുന്നു. 2 days ബിസി അല്ല 3 days ഞങ്ങൾ ബിസി. അപ്പൊ എന്താ പറയാ, അപ്പൊ അത് കാരണം ഞങ്ങൾ ഇങ്ങനെ ഒരുപാട് കുറെ സ്ഥലങ്ങള് ഇങ്ങനെ ട്രെയിനിൽ പോകുമ്പോഴും ഇന്ന സ്ഥലം എനിക്ക് മനസ്സിലായി. അന്തേരിയിലും പോയി, ധാരാവിയില് പോകാൻ പറ്റിയില്ല. വിച്ചുവിനതിന്റെ ഇടയിൽ വയ്യാൻ അല്ലെങ്കിൽ ആ ദിവസം നമ്മൾ അന്തേരിയിൽ പോയി വന്നിരുന്നെങ്കിൽ പിറ്റേന്ന് നമ്മൾ അണ്ണന്റെ അവിടേക്ക് അണ്ണന്റെ സ്ഥലം കാണാനായിട്ട് പോയത് ഈ ധാരാവി. പക്ഷെ എന്നാലും ട്രെയിനിൽ പോകുമ്പോ ഇങ്ങനെ ധാരാവി പറഞ്ഞ കാണിച്ചു. ഒരുപാട് നേരത്തെയുള്ള മുംബൈ ആൾക്കാരൊക്കെ എണീറ്റ് ഓട്ടം ചാട്ടം ക്രിക്കറ്റ് കളിയൊക്കെ ആയിട്ട് പോകണല്ലോ. പ്രാവുകൾ പറക്കുന്നു. അതെ, അത് നേരത്തെ തന്നെ ഓപ്പണായി. അതിലാണല്ലോ ആൾക്കാർ പോവുക ജോലിക്കേക്ക്.
ഓരോ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ആണ്. ഞാൻ നല്ലൊരു ബിൽഡിങ് കാണിച്ചു കൊടുത്ത പൊന്നു. അടിയിൽ നോക്കി കഴിഞ്ഞാ മുകളിലേക്ക് ഇതായത് അത് ഓക്കെ അതൊക്കെ പണിതേക്കണത് ഒരു കോല് പോലെ പണിതേക്കണതൊക്കെ. വെറുതെ ഒരു കോല്, ഒരു സെന്റില് ഇങ്ങനെ ഒരു കോല് പണിതേക്ക. അല്ലാന്ന് ഇങ്ങനത്തെ വണ്ണം കുറഞ്ഞിട്ടുള്ളത്. നല്ല ക്യാബിൽ വേണം പോവാൻ. ക്യാബിൽ വിളിച്ചിട്ട് പോവാം. അതെ, ഓട്ടോറിക്ഷ പോലെ. നമുക്കതിന് ഇവിടെ അടുത്തേക്ക് പോകണ്ടു. ചെറിയൊരു എമൗണ്ട് ആവുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മളത് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് ലെഫ്റ്റ് പോയി നമ്മുടെ ഹോട്ടലാണ്. അവിടെ പോയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരാടാ. ഇവിടെ കൂട്ടിയിട്ടേക്കാം. ഇതൊക്കെ വന്നിട്ട് എടുത്തിട്ട് പോവാ അവര്. അതെ, തിരക്കായി തുടങ്ങി. കാലത്ത് 8 മണിയാകുമ്പോഴേക്കും നല്ല രസമുണ്ട് കാണാനല്ലേ. അടിച്ചു വരല് ഇത് കിടക്കല് വണ്ടി. ഞാൻ നോക്കിയോടത്തോളം ഏറ്റവും അധികം ബിസിനസ് നടക്കുന്നത് ഈ ഷോപ്പിലാണ്. അതെ, ജിഞ്ചർ സെക്കൻഡ് വെച്ചിട്ട് 10 ആള് 20 ആളൊക്കെ വരുന്നത്. നമ്മളവിടെ 10 മിനിറ്റിൽ 20 ആള് വരുന്നില്ല. ഇവിടെ 8 സെക്കൻഡിൽ വെച്ചിട്ടുണ്ട് ആൾക്ക്. കാരണം ഇവിടെ നല്ല ചായയാണ്. നല്ല കിട്ടില്ല ചായ. അപ്പൊ വണ്ടിക്ക് കുറവുണ്ടെന്നു. ഞാൻ നല്ല 2 ചായ ഒരു ചായ. കബൂത്തർ ഇരിക്കുന്നുണ്ട്. കബൂത്തർ വീടും റോഡും. ഇന്നലെ ഞങ്ങള് നോക്കുമ്പോഴേ ഡ്രസ് കഴുകിയിട്ടുള്ള കഴിഞ്ഞിട്ടാണല്ലോ. ഉച്ച നമ്മളേക്ക് ഉണങ്ങൂലോ. സീരിയല് കസാര സീരിയൽ വെച്ചിട്ട് ചടിയില് ചപ്പാത്തി വരുന്ന ഇവിടെ തന്നെ എടുക്കുക. മദ്രാസ് ഭവൻ ഗൈസ്. ഇന്നത്തെ ഫുഡ് കഴിക്കാൻ കാലത്തെ ഇവിടെ കസ്റ്റമർ ഒന്നും വന്നിട്ടില്ലേ. നമ്മളായിരിക്കും ഫസ്റ്റ് കസ്റ്റമർ ഒന്നുമുണ്ട്. ഫസ്റ്റ് കസ്റ്റമർ ആയതുകൊണ്ട് നമ്മൾ എവിടെ ഇരിക്കാം അവിടെ ഇരിക്കാം. ഫസ്റ്റ് കസ്റ്റമർ നമ്മളാന്ന് തോന്നുന്നു ഗൈസ്. അപ്പൊ ഇന്ന് നല്ല ചേലായിരിക്കും. ഇവുള്ളതുകൊണ്ട് എന്തായിരിക്കും അവസ്ഥ. ഇന്നിവിടെ ഒരു ഈച്ച കയറുന്നതുകൊണ്ട് ഞാൻ ഉള്ളതുകൊണ്ട് നല്ല വരവായിരിക്കും. ഭയ്യ 2 നെയ് റോസ്റ്റ്. ഗീ റോസ്റ്റ്. നെയ് റോസ്റ്റ് പറഞ്ഞാൽ ഇവിടെ ആർക്കറിയ. സാക്കില് നീ ഒന്നിരുന്നോ. ഹായ്, സുഖാണോ? എങ്ങനെയുണ്ട് ബോംബെ ലൈഫൊക്കെ? അടിപൊളി. പോവാട്ടാ. ഇനി എപ്പോഴെങ്കിലൊക്കെ വരുമ്പോ കാണാം. ഞങ്ങള് വരൂട്ടാ. നീ എന്തെങ്കിലും ഇഷ്ടിക്കിടാ. ഞാൻ പിന്നെ ഓർമ്മപ്പെടുത്തണ്ട്. ഓയ്യോ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ഗൈസ്. സൂപ്പർ ഗീ റോസ്റ്റ്. അതെ, ചട്നി. ആദിസ് പറയുന്ന പോലെ സാമ്പാർ. Triangle. Which shape this boy? Triangle. ആദിസ് അറിയാം. Which shape? Triangle. ഇത് വെച്ച് ഇത് എങ്ങനെ തിന്നുന്നു ഞാൻ. ഓഹോ, അതെങ്കിലും നിനക്ക് അറിയാലോ. ദൈവമേ, ഭാഗ്യം. ചിപ്സ് ഒക്കെ കഴിക്കുന്ന പോലെ ഭയങ്കര ക്രിസ്പി. സാമ്പാർ. ഇവിടുത്തെ മോഡലൊക്കെ നെയ്യ് ഒഴിച്ചിട്ടുണ്ടോ? അതന്നെ, നെയ്യ് സൂപ്പറായിട്ട് കഴിക്കുന്നുണ്ട്. അതിനുള്ള പൈസ ഉണ്ട്. അടിപൊളിയായിരുന്നില്ലേ? ചിപ്സ് കഴിഞ്ഞു.
അപ്പൊ വേഗം കഴിക്കട്ടെ ഗൈസ്. ഇനി കഴിച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നിട്ട് വേണം. പെട്ടരേ 9 മണിയാകുമ്പോഴേക്കും അവിടെ എത്തി കഴിഞ്ഞാൽ നമ്മൾ 9 ആകുമ്പോഴേക്കും ഇറങ്ങിയ എന്നാലും നമുക്ക് അവിടെ എത്താണല്ലോ. കഴിക്കട്ടെ. പിന്നെ കള്ളവണ്ടി ട്രെയിൻ കയറി കഴിഞ്ഞാൽ പിന്നെ പൈസ ഇല്ല. ട്രെയിൻ പോയി കഴിഞ്ഞാൽ കള്ളവണ്ടി കയറി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തൊക്കെ എവിടെ നോക്കിയാലും വാട്ടർ ടാങ്ക്. വാട്ടർ ടാങ്ക് അല്ലാണ്ട് ഇവിടെ നടക്കില്ല. അപ്പോഴേക്കും ബ്ലോക്കായി തുടങ്ങിയ. ഇപ്പൊ പിന്നൊരു ആശ്വാസം, ഹോണടി കുറച്ച് കുറവുണ്ട്. കുറച്ച് കഴിയണം എന്റെ പൊന്നോ. അടുത്ത ഹോണടിയാണ് സഹിക്കാൻ പറ്റാതെ. ഈ ഉണങ്ങി പറയുമ്പോ പച്ച കത്തുമ്പോഴേക്കും ഹോണടിയാ. നമ്മുടെ നാട്ടില് ഹോണടി ഇല്ല അല്ലേ? അത്രയും അത്യാവശ്യം ഘട്ടത്തില് റൗണ്ടിൽ ഹോൺ അടിക്കാൻ പാടില്ല. അതിന് ഇതെല്ലാം കൂടി അടിച്ച എന്താ അവസ്ഥ? ഇവിടെ വന്നിട്ട് ഏറ്റവും ഇറിറ്റേറ്റഡ് ആയ കാര്യം അതാ. പിന്നെ ഫുൾ ടെസ്റ്റും വാട്ടർ ടാങ്ക് തന്നെ എല്ലായിടത്തും തന്നെ. ഇവിടെ പാഴ്സല് നമ്മളവിടെ എന്തെങ്കിലും ഒരു പാത്രത്തിലല്ലേ കൊടുക്കും, ഇവിടെ കവറിൽ പാഴ്സൽ ചെയ്തിട്ട് കൊടുക്കും. അത് നല്ല ഐഡിയ അല്ലേ? ചായ പിന്നെ ഒരു വീക്ക്നെസ് ആണല്ലോ. മുംബൈയിലും ചായ കുടി മാത്രമല്ല. ഞങ്ങള് ബോംബെ നഗരത്തിലൂടെ ഇത്രയും പര നടന്നിട്ടും അത്രയും പലതരത്തിലുള്ള സ്നാക്ക്, മുംബൈ ഐറ്റംസ്, അത് ഇത് അപ്പൂസ് പറയാം. അവിടെ പലതരത്തിലുള്ള മുംബൈ സ്ട്രീറ്റ് ഫുഡ്സ് ഒക്കെ കിട്ടും. അതൊക്കെ ഞങ്ങൾ ലാസ്റ്റ് നിമിഷം കണ്ടു. ഒന്നും കഴിച്ചില്ലേ, കഴിക്കാൻ തോന്നണില്ല. അപ്പൂസിന് അങ്ങനത്തേക്ക് ഇഷ്ടാട്ടാ. അവൻ ട്രൈ ചെയ്യും. എനിക്ക് വീഡിയോ എടുത്തു. ഞങ്ങള് പിള്ളേർക്ക് കുറച്ച് സ്വീറ്റ്സ് മേടിച്ചു. അപ്പൊ ഞങ്ങൾ ഇവിടെ വിട പറയണ ഇറങ്ങാൻ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങാൻ വക്കറ്റിയാണ്. ഹോട്ടൽ ശാരദ പോവാ. ഇറന്നെടുക്കാനില്ല എല്ലായിടത്തില്ലേ ഇട്ടായില്ലേ? പോവാം. ഇറങ്ങി കഴിച്ചു. ഞങ്ങളതാ പോയോണ്ടിരിക്കണം കേട്ടോ. CST ഹലോ. വിളിച്ചാൽ ആരും വരുന്നില്ലല്ലോ ഗൈസ്. ഞങ്ങള് ക്യാബ് ഒരെണ്ണെടുത്തു കേട്ടോ ഇവിടെ നിന്ന് പോകാനായിട്ട്. ഇപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തണമെങ്കിൽ ക്യാബ് പോകണം. അവിടെ നിന്ന് 1 hourൻ്റെ പൻവേലിൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമ്മുടെ മെയിൻ ട്രെയിൻ നേത്രാവതി പോണേ. അപ്പോൾ അവിടെ നിന്ന് വരെ എത്തണമെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ CST ടെർമിനലിലേക്ക് പോകണം. അവിടെ നിന്ന് വേണം നമുക്ക് മറ്റേ ട്രെയിൻ കയറാം. പിന്നെ ക്യാബില അറച്ച് CST जा रहे हैं. റീൽ അങ്ങടാ അപ്പുറത്തേക്ക് ഇതിനുള്ളിലൂടെ. बोलो क्या बेटा तुम हिंदी में बात कर रहे हो भाई. कैसे है आपको बॉम्बे से एक्सपीरियंस? कैसे है? गुड है. अच्छा है. हो ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബുദ്ധനൊക്കെ ഇരിക്കുന്നുണ്ട്. 10 underground ആണ്. നോക്ക് അതെടുത്തോ ഞാൻ. മറ്റേ എയർപോർട്ടിലൊക്കെ ഉള്ള പോലെ ചെറിയൊരു ഡ്യൂട്ടി ഷോപ്പ്.
1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ വണ്ടി വരിക. അപ്പോൾ അവിടെ നിന്ന് പൻവേൽ സമയമുണ്ട് എന്നാണ് പറഞ്ഞു. എന്നാലും നമ്മൾ ഇവിടെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നെറ്റ് കിട്ടില്ല മാത്രമല്ല റെന്റും കൂടും. അതെ, എന്തിനാവശ്യത്തോണിക്ക് പോണേ. ഇഷ്ടം പോലെ ട്രെയിൻ ഇവിടെ മുതൽ അവിടം വരെ ഒന്നല്ലേ. ടിക്കറ്റ് എടുക്കണ്ടേ? ഓഹോ, അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലേ. കാട്ട് ഇവിടെയാണ് ടിക്കറ്റ് എടുക്കണമല്ലോ. പള്ളി പോലെ പണിതന പള്ളി ഇവനോ പുത്തമ്പള്ളി ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനെ കാണണ പുത്തമ്പള്ളിയുടെ ഉള്ളിൽ പോലെ. ഒന്നാമത്തെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇതിലുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ ഇതെല്ലാം വരിക. ഇത് എൻഡ് ചെയ്യുന്ന സ്ഥലം നമ്മുടെ പൻവേൽ, സ്റ്റാർട്ട് ചെയ്യണത് CST. അത്രയുള്ളൂ. ആൾക്കാർ തിരക്കുണ്ട ഗൈസ്. ഇത് ദേവരന്. അപ്പൊ ഗൈസ് നമ്മുടെ ട്രെയിനിൽ കയറിട്ടാ. നിങ്ങളുടെ ഇവിടെ നിന്ന് അങ്ങോട്ട് തിരക്കുണ്ടാവില്ല, തിരക്ക് കുറവായിരിക്കും. അപ്പൊ ഹിന്ദി മാലും മനസ്സിലായില്ലേ? ഹിന്ദി മാലും എനിക്ക് വിച്ചന്തപ്പെട്ട ഞാൻ ഫുള്ളെല്ലാവരുടെയും ഹിന്ദി സംസാരിച്ച്. പൊന്ന് ഹിന്ദിയിൽ 45, 50, 49 മേടിച്ചുള്ള ആളാണ്. 49 മേടിച്ചിട്ടുള്ള എന്റെ ഗുണം മനസ്സിലായി. ഒരേ വടാ ഹിന്ദി പാട്ടയുടെ എല്ലാവരോട് സംസാരിക്കുന്നുണ്ട്. നോർമൽ അവർക്ക് ഒരു വിട്ടൂലേ. ഞാനൊരു മലയാളിന്ന് അവർക്ക് തോന്നല്. മുടിയിലെക്കാളോടും ഈ മൂക്കുത്തിയും ഞാൻ ഹിന്ദി സംസാരിക്കാണ്ടിട്ട് പാട്ടയായിട്ട് ഇച്ചിരിയോട് പറയാ. ഇച്ചിരി മനസ്സിലാണെങ്കിൽ എന്നോട് തിരിച്ചു പറഞ്ഞു തരുന്നു. എനിക്ക് അതുപോലെ തമിഴന്മാരെ കണ്ടപ്പോ തമിഴ് പറയുമ്പോ ഇടയിൽ ഹിന്ദി കയറി വരും. ഹിന്ദി കുറെ നാളിന് ശേഷം കുറേ സംസാരിച്ചു. എനിക്ക് സന്തോഷമായി. ഹിന്ദി സംസാരിച്ചു, തമിഴ് സംസാരിച്ചു പൊന്നു. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് തിരക്ക് കുറവായിരിക്കും. കാരണം ഇവിടെയാണ് കമ്പനീസ് മൊത്തം. അത് കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് എല്ലാവരും വരുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് തിരക്കുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഇത് എൻഡ് ചെയ്യണോടത്താണ് നമ്മുടെ അടുത്ത സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ പൻവേൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. റീലെടുത്തു. സൂപ്പർ റീലാണ്. ഹിന്ദിക്കാരൊക്കെ സഹകരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് കേറാണ്. നമുക്ക് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ പോകണം. ആണോ? 5ാമത്തെ അവിടെയാണ് വരിക. നമ്മുടെ മറ്റേ നേത്രാവതിയൊക്കെ ആന്റിന്റെ കൂടെ വന്നിറങ്ങിയത് അല്ലേ. അപ്പൊ ഞങ്ങൾ അവരോട് വിട പറയാണ്. വിച്ചുകൂടി ഇതൊക്കെ പറയും വ്ലോഗ്. ഞങ്ങളൊരു കിടിലൻ റീലൊക്കെ എടുത്തിട്ടുണ്ട്. സൂപ്പർ റീല് ഡെഡിക്കേറ്റഡ് ടു മൈ ഷാറുഖ് ഖാൻ. അപ്പൊ നമ്മുടെ സൈഡിലേക്ക് അവിടെയാണ് നമ്മളെ വന്നപ്പോഴും ഇറങ്ങിയത്. എന്നിട്ട് ആ അങ്കിള് ഇവിടെ നിന്ന് പോയി മോളിയോടെ പോയിട്ട് അപ്പുറത്ത് പോയി ടിക്കറ്റ് എടുത്തിട്ട് നമ്മളെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റി വിട്ടെ. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കുഞ്ഞിക്കിളി കബൂത്തറും ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ പോകാൻ പറ്റില്ല. ഇവിടത്തെ കബൂത്തറിനെ ഓടിക്കുന്നത് ട്രെയിൻ വന്നോണ്ടിരിക്കുക ഗൈസ്. ഇതേപോലെയൊക്കെ നമ്മുടെ നാട്ടില് സെറ്റ് ലോക്കൽ നിറച്ച് വെറുതെ പോവാല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും സെക്കൻഡ് വെച്ചിട്ട് അതായത് ബസ് പ്രൈവറ്റ് ബസ് പോണ പോലെയാ. ഇങ്ങനത്തെ സാധനം നമ്മുടെ അവിടെ ഉണ്ടെങ്കിൽ പൊളിയല്ലേ. ബസ്സിന് പകരം സെക്കൻഡ് വെച്ചിട്ട് എല്ലാ സ്ഥലത്തേക്കും ട്രെയിൻ. ഒരു കബൂത്തറിനെ ബാഗിലിട്ട് കൊണ്ടുപോയാലോ. നമുക്ക് മോളി കൂടെ കയറി ഇറങ്ങിയിട്ട് അപ്പുറത്തേക്ക് പോണം. ഓക്കെ, ഇവിടെ വേണ്ട ഷൂ പൊളിച്ചാണ്. അതൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഈ സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങട്ടെ ഗൈസ്. അപ്പൊ ഞങ്ങളിത് ഇവിടെ കട്ട വെയിറ്റിംഗ് ആണ് പൻവേലില്. ഏത് പ്ലാറ്റ്ഫോമിലാ വണ്ടി വരാന്ന് അറിയാണ്ട്. ചിലപ്പോ 5ലും അതല്ലെങ്കിൽ 7ലോ വരാന്ന്. അതിലിപ്പോഴും അത് കറക്റ്റ് ആയിട്ട് കൊടുക്കണില്ല. നമ്മുടെ ടിക്കറ്റിൽ 5ആണുള്ളത്. എവിടെ ഇതില് വന്നില്ലെങ്കിൽ ഇവിടെ 5ാമത്തെ പ്ലാറ്റ്ഫോം ഇതാ. വേറെ ഗുഡ്സ് 7ാമത്തെ പ്ലാറ്റ്ഫോം കാണിക്കുന്നുണ്ട്. വരും തേങ്ങ.
അത് കാരണം എനിക്ക് ആകെ സങ്കടമായിട്ടാണ്. അതാണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് നിൽക്കുള്ളൂ. അതാണ് ഏറ്റവും വിറ്റ്. കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് ഇപ്പൊ ബുക്ക് ചെയ്തേക്കണത്. പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റും. ഷൂ പോളിഷിങ് തന്നെ. ഷൂ പോളിഷ് ചെയ്ത് ഇവിടെ ജീവിക്കാം. ഇപ്പോഴും കാണിച്ചിട്ടില്ല സ്റ്റാ ഏത് നമ്പർ എന്നാ. ഇത് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ അതിലേക്ക് വരുള്ളൂ. പെട്ടുപോവോ? സീരിയല് പോലെ കാണിക്കേണ്ടി വരുമോ? ഇനി എന്താവും? ഒന്നും ആവില്ല. ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും പോളിഷ് ചെയ്യാതിരിക്കും. കറക്റ്റായിട്ട് അവർ പറയാത്ത അതന്നെ എളുപ്പല്ല. അപ്പൊ നമ്മളെ പോലെ മലയാളി ഫാമിലിനെ ഒരു ഡോക്ടർ ഫാമിലി കണ്ടു. അപ്പൊ അവരവിടെ അപ്പൊ അവരും ഇതേപോലെ അതെ അവര് ഇതേപോലെ തന്നെ മുന്നേ ഇവിടെ വന്ന് പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. 5 പറഞ്ഞിട്ട് അവർക്ക് അതേപോലെ ഇപ്പൊ 5 പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സൈറ്റിലൊക്കെ കാണിക്കുമ്പോ 7 കാണിക്കുന്നുണ്ട്. ഏതാണ് എങ്ങനെയാണെന്നൊരു ഐഡിയ ഇല്ല. ഇവിടെ അങ്ങനെ ചോദിക്കാനും പറയാനാരാ മറ്റേ എൻക്വയറി പോലും ഇല്ല. മാത്രമല്ല ഈ പട്ടിനുള്ള ട്രെയിൻ നമ്മൾ ഇവിടുന്ന് കയറി പിടിച്ച് അവിടെ ചെന്ന് കയറാനുള്ള ഒരു സാവകാശം പോലും കൊടുക്കണില്ല. അതെ അതൊക്കെ ട്രെയിൻ നമ്മുടെ ഫ്ലൈറ്റിൽ ഇങ്ങനെ വിളിച്ച് പേരടക്കം വിളിച്ച് പറയും. 7-ല് വേറെ വണ്ടി വരുന്നുണ്ട് 12:23. അത് വന്ന് കിടക്കുന്നുണ്ട്. പക്ഷെ ഇനി അത് പോവായി. അപ്പൊ ഇതിലെന്നെ വരല്ലോ. അത് ഞാൻ പറഞ്ഞ ഇത് തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിലെന്നെ വരല്ലോ. ഇത് പോയി ഇത് അവിടെ നിന്ന് മുളഞ്ഞു പോകും. ആ ഗ്യാപ്പിലാണ് അതിൻ്റെ അടുത്ത് വരിക. നോക്കട്ടെ കൈസ്. 16:45 ഈ ട്രെയിനാ കണ്ട. ഇത് കാണിക്കണില്ല. 12:45 വരുന്നു പറയുന്നുണ്ട്. ഈ ട്രെയിൻ പോയി. കളിച്ച് പോയാല പെട്ടഴിഞ്ഞ ഇവിടെ ഷൂ പോളിഷിങ് തന്നെ. അതന്നെ ഇവിടെ പെട്ട് കഴിഞ്ഞാൽ ഷൂ പോളിഷിങ് മറ്റേ കൊട്ടും ഡാൻസ് ആയിട്ട് ഇവിടെ നടക്കാം. വേറെ ഒന്നുമില്ല. വേറെ പരിപാടി നടക്കില്ല. ഇനി കള്ളവണ്ടി കയറാൻ പോലും പൈസ ഇല്ലെന്ന് പറയും. കള്ളവണ്ടി കയറി പൊത്തി പിടിച്ചിരിക്കാനും പോയി. അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ അങ്ങനെ കയറി കിടക്കായിരുന്നു. കളിച്ചിട്ട് എവിടേക്ക് പോകാനാണോ സങ്കടമായിട്ട് നിൽക്കണേ. പിന്നെ വിൻഡോ സീറ്റ് കിട്ടിയില്ലെങ്കിൽ പൊന്നു പെട്ടു. വിൻഡോ സീറ്റ് കിട്ടിയില്ലെങ്കിൽ തളർന്നു. പൊന്നു തളർന്നു. കിട്ടും. നമ്മളുടെ 61 62 മിഡിലും അപ്പറാണ്. അപ്പൊ എന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ട്. ലോവർ എടുക്കണ ആൾക്ക് ഈ തെറ്റാവും വരിക മിക്കവാറും. കിട്ടിയാൽ ഭാഗ്യം. ഞാൻ മാറി കൊടുക്കില്ല. നോക്കാം. പറ്റിച്ചു. 5-ന്ന് 7-ലേക്ക് ഉണ്ട്. ഞങ്ങൾ 7-ലേക്ക് വന്നിരുന്നു. B1 നമ്മുടെ കോച്ച് എവിടെയാണ് വരാടാ? 12:45 ഇപ്പൊ വരുന്നതാണ്. നമ്മുടെ ട്രെയിൻ വരുന്നടാ. നമ്മൾക്ക് ഇങ്ങടെ ഒരു മലയാളി ചേട്ടൻ ചോറ് കൊണ്ടുവന്ന ഹോട്ടലിൽ മീൻകറി ചോറ് കറികളൊക്കെ സാധനം. ഇന്നലെ മണം വന്നില്ല അന്ന്. അതേപോലെ അപ്പൊ പറഞ്ഞോ. നേത്രാവതി. B1 അതിൽ കാണിക്കും. ഊണ് സെറ്റായി. മീൻ കറി കൂട്ടിയിട്ട് കേറിയിട്ട് എനിക്ക് വിൻഡോ സീറ്റ് കിട്ടാൻ മതി മാതാവേ. വരും ബാക്കിലാവും. അവിടെ ബോയ്സ് ആണെങ്കിൽ പിന്നെ സമ്മതിക്കും മാറി തരാൻ. ഗേൾസ് ആണെങ്കിൽ സമ്മതിക്കും. നോക്കാം. അല്ല ഗായ്സ്, അപ്പോൾ നമ്മൾ കയറി തിരിച്ചു പോവാണ്. ഞങ്ങൾ കയറി കഴിയുമ്പോൾ ഫോണിൽ ചാർജ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഓൾറെഡി അവിടെ നിന്ന് കയറുമ്പോൾ മീൻകറിയൊക്കെ കൂട്ടിയുള്ള ഫുഡ് മേടിച്ചായിരുന്നു. അപ്പോൾ അത് കൂട്ടി ഫുഡൊക്കെ കഴിച്ചു. നമ്മുടെ താഴെ ഓഫ്കോഴ്സ് ആ ഒരു ആൻറ്റി അങ്ങളുണ്ട്. അപ്പോൾ ആൻറ്റി വയ്യ. അപ്പോൾ ആൻറ്റിക്ക് എടുക്കാനായിട്ട് നമ്മൾ ബർത്തൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ആൻറ്റിക്ക് എടുക്കാമല്ലോ. ട്രെയിൻ ജീവിതം നാളെ അവിടെ എത്തും. ഇതൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിരിക്കായിരുന്നു. പോയിട്ട് ഇനി
നെക്സ്റ്റ് ഉള്ള കാര്യങ്ങൾ നമ്മള് പോയിട്ടുള്ള കാര്യമില്ലേ നമ്മൾ ചെന്നിട്ട് ഈ ട്രെയിൻ അവിടെ എത്താവിടെ ആദ്യം ഇപ്പൊ ലൈഫിനെ പറ്റി ഞാൻ അങ്ങനത്തെ കാഴ്ചപ്പാടാണ്. ഇന്ന് വല്ലതും കഴിച്ചാ കെടുന്ന നാളെ ബൈബിളിൽ പറഞ്ഞ പോലെ അന്നത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്ത് അന്നത്തെ ഹാപ്പിയായിട്ടിരിക്കുക. ഞങ്ങളിന്ന് അവിടെ ഇവിടെ വരുമ്പോഴേ കയ്യൂല് കാലൂല് ഈ ബോഡിന് ഇവിടം വരെയുള്ള ഒരു തലിയുണ്ട്, ഉരുണ്ടിട്ട് ഒരു ചെറിയൊരു പ്ലേറ്റ് പോലെ ഒരു മുട്ടിപ്പല പോലത്തെ ഒരു പലകേമ ഒരാളിങ്ങനെ ഇരിക്കുക. ആള് ഹാപ്പിയായിട്ടിരിക്കണ പ്ലാറ്റ്ഫോമില്. അപ്പൊ ഞാൻ പറഞ്ഞു ആൾക്ക് ഒരു സെക്കൻഡ് നേരം കൊണ്ട് ആ പ്ലാറ്റ്ഫോമിൽ ചാടിയ ലൈഫ് തീർക്കാം. ഫുൾ ടൈം ട്രെയിൻ പോവല്ലേ. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ ഒന്നില്ലെങ്കിലും വലിയ മെഡിക്കൽ കോളേജിന്റെ മുമ്പിലും മറ്റേ പറഞ്ഞ മറ്റേ ടീമില്ലേ വയർലൈൻ ഫാമിലി അവരുടെ പോലെ ചോറിനെങ്കിലും വലുതായിട്ട് ചിന്തിക്കണ കാരണമാണ് പ്രശ്നം. മറ്റേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഏതാ പടം പൃഥ്വിരാജ് മറ്റേ അയ്യപ്പനും കോശിന് പറഞ്ഞ പോലെ ലോ ലെവലിൽ ചിന്തിക്കുക. എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടെങ്കിൽ ലോ ലെവലിൽ അവിടെ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് തീർന്നു. അതെന്താണെങ്കിൽ നമ്മൾ ഹൈ ലെവലിലെ ലൈഫ് പോയിട്ട് ലോ ലെവലിലേക്ക് വരുമ്പോഴുള്ള ഒരു പ്രശ്നമാണ്. അല്ല എന്ത് പ്രശ്നങ്ങളെയും അങ്ങ് ഏറ്റവും ലെവലിൽ പീക്കായിട്ട് ജീവിക്കാനായിട്ട് ഏറ്റവും അടിപൊളിയാണ്. അതാണ് പറയണേ, എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിന്റെ പീക്ക് ലെവൽ എന്താണോ അത് ചിന്തിക്കുക. അപ്പൊ നമുക്ക് അതൊക്കെ സിമ്പിൾ ആയിട്ട് തോന്നുന്നു. അതെ, ഭയങ്കര സിമ്പിൾ. അപ്പൊ അങ്ങനെയാണ്. ഇനി കുറച്ച് കഴിയുമ്പോ ഇനി നല്ല തൊണ്ട ഇങ്ങനെ ഭയങ്കര കരകരപ്പ്. ഇന്ന് മോർണിംഗ് മുതൽ കുറെ കഴിയുമ്പോ ഒരു മസാല കോഫി ഒന്ന് കുടിക്കണം. ഇനിയിപ്പോ അവിടെ ഇരിക്കല് പോസിബിൾ അല്ല. ആങ്കിളായിട്ട് അപ്പുറത്ത് കൊടുത്തിട്ട് എടുക്കുക. അപ്പൊ ഞങ്ങള് രണ്ടാളും മറ്റേ ഇതില് വരും കാര്യം ഇത്. അപ്പൊ കുറച്ചേരം കിടന്ന് എനിക്ക് കിടക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇവര് ഞങ്ങൾ രണ്ടാളും കുറച്ച് നേരം കിടക്കുക. ഞങ്ങൾ ഇന്ന് നേരത്തെ കഴിച്ച കാരണം ഇന്നലെ ഉറങ്ങുമ്പോഴും ഒരു ടൈമായിട്ടാണ് കിടന്നേ. അപ്പൊ പിന്നെ വേഗം കുറച്ച് 2-3 മണിക്കൂർ ഉറങ്ങി റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റാണ് ആവശ്യം. ഇപ്പൊ നമ്മള് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാത്തോണ്ട് നമ്മള് പോകുന്നു, ട്രാവൽ ചെയ്യുന്നു, ട്രെയിൻ ഓടിക്കുന്നത് നമ്മളല്ല. നമ്മള് റൂമിൽ കിടക്കുന്നു, നമ്മുടെ കാര്യങ്ങൾ കുറച്ച് സമയം അതിന് വേണ്ട കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെയും വന്നിരിക്കുന്നു. റെസ്റ്റാണ് ഫുള്ള്. വേറെ കാര്യങ്ങളൊന്നും ഉച്ചനെ കൊണ്ടൊന്നും ചെയ്യിക്കാൻ പരിപാടിയൊന്നും ഇല്ല. ഫുള്ള് ഹാപ്പി, ഫുള്ള് റെസ്റ്റ്, അങ്ങനെ പോകുന്നു. കിട്ടുന്ന സമയം ഫുള്ള് ഹാപ്പി ആയിട്ടിരിക്കുക. അതെ, എന്നാൽ നിങ്ങളുടെ കട്ട സപ്പോർട്ട് വേണം നമുക്ക്. ഇങ്ങനെ പിടിക്കും നിങ്ങളുടെ കട്ട സപ്പോർട്ട്. അതാണ് നമ്മൾക്ക് വേണ്ടത്, അതാണ് നിങ്ങൾ തരേണ്ടത്. അത് മതി. പിന്നെ നമ്മൾ സ്നേഹിക്കണ കട്ടക്ക് നിൽക്കണ കുറച്ച് പേരുണ്ട്, ധാരാളമാണ് അല്ലേ. ഒരുപാട് ഒരു ഗുണമില്ലാത്ത കുറെ പേരുണ്ടാവണേക്കാളും നല്ലതാണ് കുറച്ച് ഗുണമുള്ള നല്ല ഗുണവും സപ്പോർട്ടുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ടാവും അല്ലേ. അത് മതി. ഹലോ ഗൈസ്, അങ്ങനെ ഈവനിങ് ആയി, നമ്മൾ സ്റ്റാർട്ടായി. നമ്മളുടെ പുതിയ മുംബൈ ഫാമിലി, അടുത്തൊരു ആന്റി അങ്കിളും ജാൻസി അല്ലേ, ജാൻസി, 2 ബേബീസ്, അപ്പുക്കുട്ടൻ അമ്മുക്കുട്ടീനെ ഞങ്ങൾ വിളിക്കും ചേട്ടായി. എല്ലാവരും ഉണ്ട്. ഇവര് തൃശ്ശൂര്, ഇവിടെ ആറന്മുള, വള്ളംകളി ആറന്മുള. അപ്പൊ ഞങ്ങളെല്ലാവരും ഇത്രയും സമയം ജെല്ലായി ചിരിച്ചും കളിച്ചും വർത്താനം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫുഡ് കഴിക്കണതിനെ ധൃതിയില്ല ഞങ്ങള്. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ ഉച്ചയ്ക്ക് എടുക്കാൻ പറ്റിയില്ലേ നമുക്ക്. ഡിന്നർ ചപ്പാത്തി. ഇത്രയും ദിവസത്തിന് ശേഷം ഞങ്ങൾ നോൺ കഴിക്കുന്നത് ഇപ്പോഴാണ്. ചിക്കൻ ട്രൈ ചെയ്യാണ്. ആഞ്ഞോട് നിന്ന് കളിയാക്കുന്നു, മംഗളപ്പെടുത്തുന്നു, എന്താവും എന്തോന്ന് പറയുന്നു. രണ്ടും കളിപ്പിച്ച് കഴിക്കാനുണ്ട്. കുറെ നാളിന് ശേഷം നമ്മൾ ചിക്കൻ കഴിക്കണത്. ചപ്പാത്തി കൊള്ളാം, ചിക്കൻ കഴിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഫ്രൈ ഒക്കെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന ആ ടേസ്റ്റ് ഒന്നും നമ്മൾ ഇതിൽ നിന്ന് ചെയ്യരുത്. എന്നാലും പണ്ടത്തേക്കാളൊക്കെ ബെറ്റർ ആണ്, അടിപൊളി. പിന്നെ വേറൊരു ചാറ് കറി ഒക്കെ ഉണ്ട് കേട്ടോ. അത് വിച്ച് വെച്ചടിക്കിന്റെ എന്താ ഞാനധികം എടുത്തിട്ടില്ല. അതെ, പിന്നെ അതേ പുറത്ത് ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. ഒരു ഹിൽ ഏരിയ ആണ് പോണത്, ഒന്നും കാണാൻ പറ്റണില്ല. ഏതെങ്കിലും ഒരു ഏരിയയിൽ വെളിച്ചുള്ള ഭാഗം വരുമ്പോ കാണിച്ചു തരാൻ കഴിയും. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കണ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഡിന്നറൊക്കെ കഴിച്ചു, നല്ല ഫുഡായിരുന്നു. ഒരു 4 ലക്ഷം 2 കഴിച്ചു അല്ലേ. അല്ല, നമ്മളെ ബിരിയാണി കഴിച്ചപ്പോ ചിക്കൻ അല്ലായിരുന്നു, അതിലും ഭേദമായിരുന്നു. അപ്പൊ ഇനി നേരെ കിടന്ന് ഉറങ്ങാനാണ് പോകാൻ. അവിടെ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ആന്റി അങ്കിളും എടുക്കാനാവുമ്പോ ഞങ്ങൾ മേലെ കയറി എടുക്കും. പിന്നെ ബാക്കി
ബാക്കി ഇരുട്ടായതുകൊണ്ട് പുറത്തൊന്നും പ്രത്യേകിച്ചൊന്നും കാണാല്ലേ മോർണിംഗ് എണീക്കുമ്പോ കാണാം ബാക്കി വിശേഷങ്ങൾ അങ്ങനെ കൊണ്ടുവന്ന ശേഷം നമ്മൾ നാട്ടിലേക്ക് ഞങ്ങളിത് മോർണിംഗ് എണീറ്റു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതെ അമ്പളും ആന്റിയും ജാൻസിയും വെള്ളപ്പം അണ്ടക്കറി അണ്ട പലകറി അങ്ങോട്ട് ഇങ്ങോട്ട് നീണ്ടു. എന്തിനാടി കുറച്ച് 2-3 മണിക്കൂർ കൂടെ ഉള്ളോ നാട്ടിലെത്തി. പെട്ടച്ചിട്ട് പോണേ പെട്ടച്ചിട്ട് വെറുതെ പാർട്ടിക്ക് വിടണ നീങ്ങുന്നു. പിച്ചകപ്പുങ്കാവുകൾക്കും അപ്പുറം പടന്നെത്ര വീഡിയോ എങ്ങു മാഞ്ഞു പോയി. അങ്കിൾ കൈതാ പിച്ചകപ്പുങ്കാവുകൾക്കും അപ്പുറം പടന്നെത്ര വേഗം എന്നു മാഞ്ഞു പോയി. അടുത്തത് ഞങ്ങൾ അറിയാത്ത ഞാൻ ഈ വണ്ടിയിലുള്ള ആളല്ലോ. ബേബി ഹായ് പറയ്. അങ്കിളിനെ ഞങ്ങളവിടെ വെച്ച് ഇങ്ങനെ കിടന്നൊക്കെ ഞാൻ ചാടി കളിച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നോക്ക്. ഓക്കെ ഓക്കെ ഗൈസ് ഓക്കെ അമ്മുക്കുട്ടി ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. കഴിക്കേ നോച്ചേ അമ്മുക്കുട്ടി ഫുഡ് കഴിക്കാൻ പോവാണ്. ഗൈസ് അമ്മുക്കുട്ടി ഫുഡ് കഴിക്കാൻ പോവാണ്. ബൈ ബൈ ബൈ. അവിടെ ചന്ദനത്തായാലും ചെല്ലക്കുട്ടി ഞങ്ങൾ ഇറങ്ങാൻ കേട്ടാ ഇറങ്ങാറായി. ടാറ്റ പറഞ്ഞ ടാറ്റ പറ. ഇതിൽ നോക്കി ടാറ്റ പറ. ടാറ്റ പറഞ്ഞ ടാറ്റ ഇതില് ടാറ്റ. ടാറ്റ അവൾക്ക് ഇങ്ങനെ അവൾക്ക് കാണുന്നില്ലല്ലോ അപ്പൊ ടാറ്റ ചെയ്യോന്ന്. അപ്പൊ ടാറ്റ അവളുണ്ട്. ഹായ് ഇപ്പഴാണ് മനസ്സിലായ ക്യാമറമാടെ. അമ്മുക്കുട്ടി ചപ്പല് ഇടിന് ചപ്പല് ശരി അമ്മുക്കുട്ടി. അപ്പൊ ഞങ്ങൾ ഇറങ്ങുന്നു ഗൈസ്. അയ്യോ അത് കൂടെ വരാൻ നിൽക്കാണ് അമ്മുക്കുട്ടി വരാൻ റെഡി. എഡു ബൈ 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 അമ്മുക്കുട്ടി റെഡി വെച്ചു. നിന്റെ കൂടെ വരാൻ റെഡി ആയിട്ട് നിൽക്കണം അമ്മുക്കുട്ടി. അയ്യോ പാവട്ടാജി അത് നമ്മുടെ കൂടെ വരാൻ നിൽക്കുക. ബൈ അമ്മുക്കുട്ടി. ഒരു ഉമ്മ തന്നെ ഒരു ഉമ്മ ബന്ധു ഇവിടെ നിർത്തും തൃശ്ശൂര്. സങ്കടായി അവൾക്ക് സങ്കടായി അമ്മുക്കുട്ടി. ടാറ്റാ അമ്മുക്കുട്ടി. എഡു ബൈ. ഹലോ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയത്. അമ്മുക്കുട്ടിക്ക് ചങ്കടായിട്ടിരിക്കുക. എഡുണ്ട് അവരെല്ലാവരും ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. അപ്പൊ ഞങ്ങളിത് തൃശ്ശൂർ എത്തിട്ടാ. ഇനി ഞങ്ങളിത് വീട്ടിലേക്ക് ഇനി ഇവിടെ നിന്ന് പോവാണ്. അപ്പൊ ഇങ്ങനെ ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഗൈസ്. യെസ് ഗൈസ് ഇനി പുതിയൊരു വ്ളോഗ്. അതായത് ഞങ്ങൾ കുറച്ച് ദിവസത്തിന് ശേഷം ഇത്രയും മാറി നിന്നിട്ടില്ല ആദീസിനൊന്നും. അപ്പൊ അവർ ഇടക്കിടക്ക് എപ്പോഴും വിളിക്കണ്ടായിരുന്നു ഞങ്ങള്. അപ്പൊ അമ്മ അവിടെ ഒരുപാട് വിഭവങ്ങളെല്ലാം ഒരുക്കി വെച്ച് കാത്തിരിക്കുന്നുണ്ട്. അടുത്ത വ്ളോഗിൽ അവരെ ചെന്ന് കാണുന്നതാണ്. അപ്പൊ ആദ്യയുടെ എക്സ്പ്രഷനും കാര്യങ്ങളും അപ്പൂന്റെയും മമ്മിയുടെയും എല്ലാവരെയും കാണണമെങ്കിൽ അടുത്ത നമ്മളവിടെ ചെല്ലണത് അടുത്ത വിശേഷങ്ങൾ വീട്ടില്. അപ്പൊ എക്സ്പ്രഷനും കാര്യങ്ങളും നമ്മുടെ ചിമ്പും ചാർലിയും അപ്പു സാദീസും മമ്മി പപ്പ എല്ലാവരെയും കാണിക്കാം. അപ്പൊ സ്റ്റേ ട്യൂൺ. അപ്പൊ താടിയും പൊട്ട് ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം FB. അപ്പൊ ഫുൾ സപ്പോർട്ട് തരിക. അടുത്ത നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും കമ്മിങ് വിത്ത് ന്യൂ വീഡിയോ.